ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കളൊക്കെ ഇനി ഹൈസ്കൂളിലോട്ട് കിടക്കാൻ പോവാണ് അല്ലേ. നേരെ നമ്മൾ ഹൈസ്കൂൾ 8ാം ക്ലാസ്സിലേക്ക് കിടക്കാൻ പോവാം. 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രീതിയിലുള്ള സബ്ജക്ട്സോ കാര്യങ്ങളോ ഒന്നല്ല. 8ലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. ഏതൊരു സബ്ജക്റ്റ് എടുത്താലും കുറച്ച് കൂടുതൽ മാർക്കിനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഗ്രേഡിംഗ് സിസ്റ്റം അല്ല, മാർക്ക് വെയിറ്റേജ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ബേസിക് സയൻസ് തന്നെയാണ്, പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ മൂന്നായിട്ട് സബ്ജക്ട് വൈസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബയോളജിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കണ്ടേ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും 8ാം ക്ലാസ്സിൽ ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെയൊന്ന് പഠിക്കാം, ട്യൂഷൻ ഒന്നും പോകാൻ വയ്യ എന്നുള്ളത്. എങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളെല്ലാം സെറ്റാക്കാനാണ് നമ്മുടെ യോദ്ധ ബാച്ച് ഉള്ളത്. യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം തൊട്ടേ ചാപ്റ്റർ വൈസ് കോണ്ടന്റ് പഠിക്കാം, ഡെയിലി ലൈവ് ക്ലാസ്സിലൂടെ റിവിഷൻ നടത്താം, അതുകൂടാതെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്കൂളിലെ പഠനത്തിന് കൂടാതെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. ഇനി ഒരു തവണ റിപ്പീറ്റ് ചെയ്തത് വീണ്ടും കാണണമെങ്കിൽ നമുക്ക് പേൾ വീഡിയോസും ഉണ്ട്. സോ വേഗം തന്നെ ജോയിൻ ചെയ്താൽ 20ാം തീയതിക്ക് മുന്നേ ജോയിൻ ചെയ്ത കുട്ടികളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് നമ്മൾ സ്മാർട്ട് വാച്ചസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് വാച്ച് കിട്ടാൻ ലക്കി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാലോ. അതുകൊണ്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. അടിപൊളിയായിട്ട് ആദ്യം തൊട്ടേ നമുക്ക് പഠിക്കാം. നല്ല രീതിയിൽ 8ാം ക്ലാസ്സിൽ ഹൈ സ്കോറിലേക്ക് നേടാം. അങ്ങനെയാണെങ്കിൽ 9ലേക്കും 10ലേക്കും ഒക്കെ നല്ല ടോപ്പ് ലെവൽ കുട്ടികൾ നിങ്ങളിലും ഒരാളാവുന്നതാണ്. സോ ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് ആദ്യം തൊട്ടേ പ്രിപ്പറേഷൻ തുടങ്ങും.